കുട്ടികളുടെ വേദിയിലേക്ക് വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് തുടങ്ങാം. നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ ഇൻവൈറ്റ് ചെയ്യാം. പോളച്ച, സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിലേക്ക്. മനോജേട്ടാ, വോയിസ് ഓഫ് ഗുഡ്നസിലേക്ക് സ്വാഗതം. സിസ്ലി, സ്വാഗതം. ഒപ്പം നമ്മുടെ അഹങ്കാരം, നമ്മുടെ സ്വന്തം, നമ്മുടെ ഓർക്കസ്ട്രയിലെ ചേട്ടന്മാരെയും കൂടെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. ഗുഡ്നസ് ബാൻഡിനെയും ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് തുടങ്ങാം ഇന്നത്തെ എപ്പിസോഡ്. ആദ്യം വേദിയിൽ മത്സരിക്കാനായിട്ട് എത്തുന്നത് സാനിയാണ്. വരുമോളെ. ഹലോ സാനിയ കുട്ടി. ഇത് സാനിയ കുട്ടിയുടെ ഒരു സ്റ്റൈലാണോ? ഏത് ഡ്രസ് ഇട്ടാലും കൂടെ ഒരു പൂച്ച ഇടും ആണോ? അപ്പൊ പുറത്തു പോകുമ്പോഴും ആണോ അതോ മത്സരിക്കാനായിട്ട് ഇങ്ങനെയൊക്കെ സ്റ്റേജിൽ വന്ന് നിൽക്കുമ്പോ മാത്രമാണോ? സ്റ്റേജിലൊക്കെ നിൽക്കുമ്പോ. അപ്പൊ ഇതുപോലത്തെ എത്ര കളേഴ്സ് റോസ് ഫ്ലവേഴ്സ് ഉണ്ട് കയ്യില്? ഞാൻ ഓരോ ഡ്രസ്സിന് മാച്ചിങ് ആയത് മേടിക്കും. ദൈവമേ, അപ്പൊ ഓരോ ഡ്രസ്സും അച്ഛനമ്മ വാങ്ങി തരുമ്പോ അതിന് ചേരുന്ന മാച്ചിങ് ആയിട്ടുള്ള ഒരു പൂവും വാങ്ങിച്ചു തരും. ഓഹോ, കൊള്ളാലോ. അപ്പൊ അതേപോലെ തന്നെ ഒരു സിഗ്നേച്ചർ സ്റ്റൈല് തന്നെ മോൾക്ക് പാട്ടിലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റട്ടെ. അതിനുള്ള കഴിവുള്ള കാലിബറുള്ള കുട്ടിയാണ്. അപ്പൊ അതിനും തമ്പുരാൻ സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മോൾ ഇന്ന് പാടുന്നത് മരിയൻ ഗാനമാണോ? ഓക്കെ. അപ്പൊ നല്ലൊരു മാതാവിന്റെ പാട്ടോട് കൂടി നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
കുട്ടിയെ നമ്മുടെ ഈ പ്രാവശ്യത്തെ 37 കണ്ടസ്റ്റൻസില് നിങ്ങൾ 37 പേരും ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ചാ നിൽക്കുന്നത്. ജഡ്ജസ് ശരിക്കും വെള്ളം കുടിച്ചോണ്ടേ ഇരിക്കുക. നിങ്ങളിൽ ഇത് ഇങ്ങനെ മത്സരം പോയിക്കൊണ്ടിരിക്കുമ്പോ ആർക്ക് തരും ഗുഡ്നസ് TV കപ്പ് എന്നുള്ളൊരു അവസ്ഥയിലാണ്. ഇത്രയും മിടുക്കരായ ഇത്രയ്ക്കും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള കുട്ടികളെ കിട്ടുക എന്ന് പറയുന്നത് തന്നെയാണ് നമ്മുടെ ഈ പ്രോഗ്രാമിന്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പൊ മോള് ഡ്രസ്സും പൂവും ഒക്കെ ഇത്ര ഭംഗിയോടെ അണിയുന്ന പോലെ തന്നെ പാട്ടും നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്നത്തെ പാട്ട് പൊളച്ച എങ്ങനെ ഉണ്ടായിരുന്നു? സാനിയ മോൾ നന്നായി പാടി. നേരത്തെ പാടിയെങ്കിലും ഓരോന്ന് കഴിയുമ്പോൾ ഇങ്ങനെ അതിൻ്റെ ഭംഗിയും ശക്തിയും ഒക്കെ കൂടി കൂടി കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. ഒരു പ്രത്യേകതയുണ്ട് ഈ പാട്ടിന്, അല്ലേ? അതൊരു ഭയങ്കര ഒരു നമ്മളെ ഹൃദയത്തിൽ ടച്ച് ചെയ്ത് നമ്മളങ്ങനെ എവിടേക്ക് കൊണ്ടുപോകുന്ന ഒരു മെലഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. കേൾക്കുമ്പോഴൊക്കെ സിമ്പിൾ മെലഡിയാണ്, പക്ഷെ വളരെ ഇഫക്റ്റീവാണ്. നമ്മുടെ ഓർക്കസ്ട്ര പ്രിൻസ് ആൻഡ് ടീം അത് എക്സലൻ്റ് ആയിട്ട് സപ്പോർട്ട് ചെയ്തു. എന്തൊരു ശരിക്കും ഒറിജിനൽ കേൾക്കുന്ന പോലെയുള്ള ഫീലിംഗ് ആയിരുന്നു. ഒറിജിനൽ എന്താ പറയുക, റെക്കോർഡ് കേൾക്കുന്ന പോലുള്ളൊരു ഫീലിംഗ് ആണ്. അത്ര ബ്യൂട്ടിഫുൾ ഓർക്കസ്ട്ര ആയിരുന്നു. മോള് വളരെ ഭംഗിയായിട്ടത് പാടി, നന്നായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്ത് അതിൻ്റെ ആ ഒരു നിഷ്കളങ്ക ഭാവമുണ്ട് അതിൽ ഈ പാട്ടിൽ മുഴുവൻ നീളിച്ച് നിൽക്കുന്നു. അത് പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പാടി എന്നുള്ളതാണ്. വളരെ അസാധാരണമായിട്ട് അത് പാടി ഫലിപ്പിച്ചു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. ഇനിയും ഇതുപോലെ പാടാൻ കഴിയട്ടെ. നല്ല ആശംസകൾ. നല്ല ഉയരങ്ങളിലേക്ക് പോയി മികച്ച ഗായികയായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സാനിയയ്ക്ക് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. മനോജ് ചേട്ടാ, സാനിയ ഈ പാട്ട് പാടിയപ്പോൾ എൻ്റെ ലൈഫിൽ എനിക്കൊരാളെ മിസ്സായിപ്പോയി. എൻ്റെ അമ്മച്ചി എന്നൊക്കെ പറയും. നമ്മൾ തൃശ്ശൂരിൽ അമ്മൂമ്മ എന്നാണ് പറയാം. ആ ഒരു കാലഘട്ടമാണ് ഓർമ്മ വരുന്നത്. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പാട്ടാണത്. പഴയ അല്ലേ, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഈ ആദ്യ കുർബാന സ്വീകരണത്തിന് മുന്നായിട്ട് അതിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ് ഈ പാട്ടിലുള്ളത്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു കാലഘട്ടത്ത് ചെയ്യുണ്ടായിരുന്ന കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു പാട്ടാണിത്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയന് ഇതിലും മനോഹരമായ പാട്ടുകൾ ഉണ്ടായിരിക്കാം, പക്ഷെ ഇത് ഒത്തിരി വിശേഷമായ ഒരു പാട്ടാണ്. അപ്പം അത് സെലക്ട് ചെയ്തതിന് ഒത്തിരി നന്ദി. ആരെ സെലക്ട് ചെയ്തതെന്ന് ഈ പാട്ട്? അമ്മയാണോ? മോൾക്ക് അമ്മച്ചി ഉണ്ടോ? അമ്മച്ചി മരിച്ചുപോയി. മമ്മിയുടെ അമ്മയുണ്ട്. മമ്മിയുടെ അമ്മ. ഓക്കെ. എനിക്ക് തോന്നുന്നു സൗത്തിൽ അമ്മച്ചി എന്നാണ് പറയുക അല്ലേ? നോർത്തിലൊക്കെ അമ്മൂമ്മേനെ എന്ന് പറഞ്ഞാൽ അമ്മയുടെ അമ്മേനെ അമ്മച്ചി അല്ലെങ്കിൽ അമ്മാമ്മ എന്ന് പറയും. അപ്പം ഇതിൽ അമ്മച്ചി എന്ന് ഉദ്ദേശിച്ചിട്ടുള്ളത് ആ അമ്മച്ചീനെയാന്ന് തോന്നുന്നു, അതായത് ഗ്രാൻഡ് മദറിനെ. ഓക്കെ. അപ്പം ഗ്രാൻഡ് മദർ കണ്ടിട്ടുണ്ടോ? അപ്പം ഈ ആദ്യ കുർബാന സ്വീകരണത്തിന്റെ സമയത്ത് ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. ഓക്കെ. ഈ ഇതിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ വല്ലതും ഓർമ്മ വരുന്നുണ്ടോ? എത്ര ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 9th. അപ്പോൾ ഒരു 3-4 വർഷം മുന്നേ ഇത് കഴിഞ്ഞ് കാണും അല്ലേ? അപ്പം ആ സമയത്ത് ഗ്രാൻഡ് മദർ ഉണ്ടായിരുന്നു. ഗ്രാൻഡ് മദർ മരിച്ചുപോയി. മിസ് ചെയ്യുന്നുണ്ടോ? ഇഷ്ടമായിരുന്നോ? ഓക്കെ. കാരണം ഈ കാലഘട്ടത്ത് ഗ്രാൻഡ് മദേഴ്സ് അല്ലെങ്കിൽ ഗ്രാൻഡ് ഫാദേഴ്സൊക്കെ കുറഞ്ഞു വരുന്നൊരു സമയമാണ്. കുറഞ്ഞു വരികയെന്ന് പറഞ്ഞാൽ വീട്ടിൽ ചിലപ്പോൾ കാണത്തില്ല. ചിലപ്പോൾ അവരൊക്കെ വേറെ വൃദ്ധസദനങ്ങളിലോ അവിടേക്ക് ആയിരിക്കാം. അപ്പോൾ അതുകൊണ്ട് കൊച്ചുകുട്ടികൾക്ക് മിസ് ചെയ്യുന്നത് ഇവരാണ്. ഇവരിൽ നിന്നുള്ള കഥകൾ, ഇവരിൽ നിന്നുള്ള പാഠങ്ങൾ, ഇവരിൽ നിന്നുള്ള അറിവുകൾ, അതൊക്കെ ഇപ്പോഴത്തെ ഒരു പക്ഷേ ജനറേഷൻ മിസ് ചെയ്യുന്നുണ്ടാവാം എന്ന് തോന്നുന്നു. എന്തായാലും അങ്ങനെയുള്ള ഫാമിലീസ് ഇപ്പോഴും അനുഗ്രഹിക്കപ്പെട്ടതാണ്. അപ്പോൾ അതിങ്ങനത്തെ ഒരു പാട്ട് പാടിയപ്പോൾ കുറച്ച് ഓർമ്മകളിലേക്ക് ഞാൻ പോയി. പക്ഷെ മോളിത് വളരെ ഗംഭീരമായിട്ട് പാടിയത്. അതിൻ്റെ ഒരു
ആ ഫീല് കളയാതെ, അതിൻ്റെ എസൻസ് ഒന്നും കളയാതെ മോൾ വളരെ വിശേഷമായിട്ട് പാടി, ആസ് യൂഷ്വൽ. കാരണം മോളൊരു സ്റ്റാൻഡേർഡ് കീപ്പപ്പ് ചെയ്തിട്ടുണ്ട്, അത് ഇപ്പോഴും കീപ്പപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നന്നായി പാടി. പ്രത്യേകിച്ചൊന്നും എഴുതാനൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷേ യു ആർ സോ ബ്യൂട്ടിഫുൾ. അത്ര നന്നായിട്ട് തന്നെ ഓരോ വരികളാണെങ്കിലും അതിൻ്റെ ആ ഒരു ഫീലോട് കൂടി തന്നെ ഒരു നല്ല ഭക്തിരസം, പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഒരു ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ നടക്കുന്ന സമയത്താണത് പാടാറ്. ഞാനിത് ഒത്തിരി പാടിയിട്ടുണ്ട് ഈ പാട്ട് പള്ളിയിലൊക്കെ. കഴിഞ്ഞ വർഷം പോലും പാടിയിട്ടുണ്ടായി ഈ പാട്ട് ഈ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ്റെ സമയത്ത്. അത്ര ഇഷ്ടമുള്ളൊരു പാട്ടാണ്, നല്ല മെലഡിയാണ്. അത് കെസ്റ്ററൊക്കെ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് പാടിയിട്ടുമുണ്ട്, നല്ല വരികളും. അപ്പം എന്തായാലും മോളെ ഓൾ ദി ബെസ്റ്റ്, കീപ്പ് ഇറ്റ് അപ്പ്. ഈ ഒരു കഴിവ് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, നന്നായിട്ട് കൊണ്ടു നടക്കുക, ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഓക്കെ, താങ്ക് യു സർ. മേ ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. സിസ്ലി. സാനിയ, എന്തോ? ഇത് രണ്ടുപേരും പറഞ്ഞ പോലെ ബ്യൂട്ടിഫുൾ സെലക്ഷൻ ഓഫ് സോങ് കേട്ടോ. താങ്ക് യു. ഈ എക്സാക്ട്ലി ഇതിനകത്ത് പറഞ്ഞ ഈ ലിറിക്സ് ആണ് ഈ പാട്ടിന്റെ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്കിതിനെ ഗോ ത്രൂ ഇങ്ങനെ ചെയ്തു പോകുമ്പോൾ നമ്മുടെ കുട്ടിക്കാലം ഇങ്ങനെ ഒരു സ്ക്രീനിൽ കാണുന്ന പോലെ ഫീൽ ചെയ്തു ഈ സോങ്ങിന്റെ ലിറിക്സ്. അത്രയ്ക്കും എക്സാക്ട്ലി ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഞാൻ കുട്ടിയായിരുന്നപ്പോൾ അമ്മച്ചിയാണ് എനിക്ക് ഉത്തരീയം എന്താണെന്നറിയോ മോൾക്ക്? അത് പറയണ്ടല്ലോ, മാതാവിന്റെ ചിത്രമുള്ള ഉത്തരീയം എന്നെ അമ്മച്ചി അണിയിച്ചു. വെന്തിങ്ങ, കറക്റ്റ് ആണ് കേട്ടോ. സ്കാപ്പുലർ, അത് എൻ്റെ സങ്കല്പം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അംബ്ലിക്കൽ കോഡ്, നമ്മുടെ അമ്മയും കൊച്ചും തമ്മിലുള്ള പുക്കിൾക്കൊടി എന്ന് പറയില്ലേ, അതിൻ്റെ ഒരു സങ്കല്പമാണ് ഈ ഉത്തരീയം എന്ന് പറയുന്നത് നമ്മൾ ധരിക്കുന്നത്. അപ്പോൾ അതുപോലെ കൊന്ത ചൊല്ലാൻ പഠിപ്പിച്ചു, പ്രാർത്ഥനകൾ പറഞ്ഞു തന്നു, ഈശോയെക്കുറിച്ചുള്ള കഥകൾ. നമുക്ക് ബൈബിൾ അങ്ങനെ വായിക്കത്തൊന്നുമില്ലല്ലോ കുട്ടികളാകുമ്പോൾ. അപ്പോൾ നമ്മളെ വൈകിട്ടാകുമ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നു. ആ സമയത്ത് ഈശോനെ കുറിച്ചുള്ള കഥകൾ പറഞ്ഞു തരുന്നു, പാട്ട് പാടുന്നു, ഒരുമിച്ച് ചേർന്ന് എല്ലാവരും കൂടെ പാട്ട് പാടുന്നു. ഇത് നമ്മുടെ ഒരു കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്, കുട്ടിക്കാലത്ത് എസ്പെഷ്യലി. അപ്പോൾ അതിൻ്റെ ഒരു ഭയങ്കര നൊസ്റ്റാൾജിക്, ഇപ്പം എക്സ്റ്റെൻഡ് ആയി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഗ്രാൻഡ് പേരൻസ് വീട്ടിൽ കുഞ്ഞുങ്ങളുടെ കൂടെ ഉണ്ടാവുക എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ. അതാ ചോദിച്ചേ, ഗ്രാൻഡ് പേരൻറ്റിനെ കണ്ടിട്ടുണ്ടോ എന്നാണ് ചോദിക്കുന്നത്, മനസ്സിലായോ? അപ്പോൾ അത്രയ്ക്കൊരു കൂടുതൽ ആൾക്കാർ നമ്മുടെ ജീവിത സാഹചര്യങ്ങളാണ്, പക്ഷെ അതൊരു ഉണ്ടെങ്കിൽ ഒരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം അവരുടെ ഒരു വാത്സല്യവും സ്നേഹവും അറിവും ഒക്കെ നമുക്ക് പകർന്ന് കിട്ടാൻ പറ്റുക എന്ന് പറയുന്നത് വലിയൊരു ബ്ലെസ്സിങ് ആണ് ജീവിതത്തിൽ കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്ട് സെലക്ട് ചെയ്തുകൊണ്ട് വന്നതിൽ തന്നെ മോൾക്ക് വലിയൊരു താങ്ക് യു. ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. ആസ് ഓൾവേസ് സാനിയയുടെ ശബ്ദം വളരെ നല്ല ശബ്ദമാണ്. ആൻഡ് മോള് നല്ലതായിട്ട് റെൻഡർ ചെയ്തു. ഒരു ഇച്ചിരി ശ്രുതിയുടെ ഒരു ഇംബാലൻസ് ഇന്നുണ്ടായിരുന്നു ഈ പാട്ടിൽ എസ്പെഷ്യലി കേട്ടോ. ഒരു ഇച്ചിരി വളരെ ഈ നമ്മൾ ഇത് വെച്ച് കേൾക്കുന്നതുകൊണ്ടാണ്, അല്ലാതെ നോർമലായിട്ട് ഓഡിയൻസിന് അത് മനസ്സിലാവില്ല. ബട്ട് നമ്മൾ ഹെഡ്ഫോൺസിൽ കേൾക്കുമ്പോൾ ഒരു ഇച്ചിരി നേരത്തേക്കാളും ഒരു ഇച്ചിരി ഒരു വേവറിങ് ഉണ്ടായിരുന്നു. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഗോഡ് ബ്ലെസ്. താങ്ക് യു. എന്താണ് സാനിയ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു വിട്ടിരിക്കുന്നത്? നന്നായിട്ട് പാടണമെന്ന്. മാർക്കിന്റെ കാര്യം വല്ലതും പറഞ്ഞു ആരെങ്കിലും? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും നല്ല മാർക്ക്. കഴിഞ്ഞ പ്രാവശ്യം 28 മാർക്ക് കിട്ടിയില്ലേ? ഇനി അതിനേക്കാട്ടിലും മാർക്കും കൊണ്ട് വേണം ഇന്ന് പോവാനായിട്ട്. ഈശ്വര. യെസ് സിസ്ലി. സാനിയ, എന്തോ? നല്ല മാർക്കാണ് കേട്ടോ, 9 മാർക്സ്. താങ്ക് യു. മനോജ് ചേട്ടാ? മോളെ 9 മാർക്സ്. താങ്ക് യു. അച്ഛാ? സാനിയയ്ക്ക് 9 മാർക്സ്. അപ്പൊ മോളുടെ രണ്ടാമത്തെ പാട്ടിൽ നിന്നും ഒരു കുറച്ച് മാർക്കൊന്ന് കുറഞ്ഞു മൂന്നാമത്തെ പാട്ടിലേക്ക് വന്നപ്പം ഇപ്പൊ ലഭിച്ചിരിക്കുന്നത് 27 മാർക്സ് ആണ് 30-ന്. പക്ഷെ അത് എന്നാലും അതൊരു മറ്റേതുപോലെ തന്നെ മോൾക്ക് കൺസിഡർ ചെയ്യാം. നന്നായിട്ട് തന്നെ മോള് പാടി, പിന്നെ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ പോയിട്ട് വരൂ, നമ്മൾക്ക് വീണ്ടും അടുത്ത റൗണ്ടിൽ കാണണം. ഓക്കെ സാനിയ? ഓക്കെ, ശരി, ബൈ. ഇനി മത്സരിക്കാനായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം വേദിയിലേക്ക് ആബേൽ ഡേവിസ്. യെസ് ആബേൽ, സുഖമാണല്ലോ? സുഖമാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ് പാടാൻ പോകുന്നതെന്ന് മനസ്സിലായി. അതെ, ഓക്കെ. ഏതാ പാട്ട്? ഉണരുമീ ആൻപതാപം. അപ്പോൾ ഇന്നത്തെ ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നു. ഫസ്റ്റ് കാറ്റഗറിയിലെ
മൂന്നാമത്തെ പാട്ടാണ് ഇപ്പൊ പാടാൻ പോകുന്നത്. അത് ലാസ്റ്റ് ചാൻസ് ആണ്. ഈ ഫസ്റ്റ് കാറ്റഗറി ഇതോടെ കഴിയാണ് മോന്റെ. ഓക്കെ, അപ്പോൾ അത്രയും നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തന്നെ കൊടുക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു കേട്ടോ. താങ്ക് യു. ഉണരുമേ ആത്മതാപം അറിയുമെൻ ദിവ്യനാഥ, ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം. ഉണരുമേ ആത്മതാപം അറിയുമെൻ ദിവ്യനാഥ, ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം. ഉണരുമേ ആത്മതാപം. ജഡികമാമോഹം പോലെ പോയി ഞാൻ ശാപം വാങ്ങി, തകരുമീ പാപിക്കങ്ങേ കരുണയെ തേടാനുള്ളൂ. ദാസനായി കരുതണേ വരികയായി ഞാൻ പിതാവേ, ദാസനായി കരുതണേ വരികയായി ഞാൻ പിതാവേ. സ്നേഹമേകി ദാനമേകി സ്വീകരിക്കണമേ, ശാന്തിയേകി സൗഖ്യമേകി നിത്യജീവനായി. ഉണരുമീ ആത്മതാപം അറിയുമെൻ ദിവ്യനാഥ, ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം. ഉണരുമീ ആത്മതാപം. വരികെ ഞാൻ ദൂരത്തങ്ങേ മിഴികളിൽ വീഴുമ്പോഴേ അനുപമ സ്നേഹത്തോടെ കൈകളാശ്ലേഷിച്ചു തനയനായി നൽകി നീ തിരികെ ആ ദൈവരാജ്യം. തനയനായി നൽകി നീ തിരികെ ആ ദൈവരാജ്യം. ബോധ്യമേകി ശക്തിയേകി സ്വന്തമാക്കി നീ, രക്ഷയേകി മോക്ഷമേകി ധന്യനാക്കി നീ. ഉണരുമീ ആത്മതാപം അറിയുമെൻ ദിവ്യനാഥ, ഉരുകുമീ മനസ്സിൽ നീ പകരണേ ആശാനാളം.
ഇപ്പം ഏബൽ ഭയങ്കര ഷൈ ആണ്. ഉറച്ചൊന്ന് സംസാരിക്കാനോ വളരെ ക്ലാരിറ്റിയോട് കൂടി തന്നെ സംസാരിക്കാനോ ഒക്കെ മടിക്കും. പക്ഷെ പാട്ട് പാടുമ്പോൾ സൂപ്പർ ആണല്ലോ. ഒരു നാണോ ഇല്ല, ഒട്ടും ഷൈ അല്ല അല്ലേ? തന്നെ സംസാര രീതിയിലല്ല, ഇങ്ങനെയുള്ള ആംഗ്യ ഭാഷയിലൊക്കെ ഉള്ള എളുപ്പ വഴിയാണ്. ഓക്കെ മനോജ് ചേട്ടാ, ആബേലാണോ ഏബലാണോ? ആബേൽ. ആബേൽ തന്നെയാണ്. ഓക്കെ. അപ്പൊ എന്ത് വിളിച്ചാലും വിളി കേൾക്കുന്നുണ്ട്. ഏബൽ ആബേൽ ഈ പാട്ട് അതിമനോഹരമായിട്ട് പാടി. കൺഗ്രാറ്റുലേഷൻസ്. എനിക്ക് തോന്നുന്നത് ഒരു ഫാസ്റ്റ് റൗണ്ടിൽ ഉള്ളൊരു നല്ലൊരു സോങ് ആണ്, നല്ലൊരു സെലക്ഷൻ ഓഫ് സോങ് ആണ്. ഇതാരെ സെലക്ട് ചെയ്തേ? ആണോ? ശരി. അപ്പൊ ഇതാരും ഇതൊക്കെ കറക്റ്റ് ചെയ്ത് വീട്ടില്? ഇത് ഞാൻ പഠിക്കണ മാഷനെ പഠിച്ചു. പാടി കഴിഞ്ഞപ്പോ ഞാൻ മാഷിന്റെ അടുത്ത് പോയി. അപ്പൊ തെറ്റുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു ആണല്ലേ? അപ്പൊ അതൊക്കെ സെറ്റ്. ഓക്കെ, മാഷ് കറക്റ്റ് ചെയ്ത് ഒക്കെ ശരിയാക്കി തരും അല്ലേ? വെരി ഗുഡ്. കാരണം അങ്ങനത്തെ ഒരാളുള്ളത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. പിന്നെ മോൻ്റെ ഈ പാട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ഓഫ് സിംഗിങ് ഇസ് വെരി ഹൈ. ഒത്തിരി ഒരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെ തന്നെയായിരുന്നു മോസ്റ്റ് ഓഫ് ദി ലിറിക്സ്. പിന്നെ ചില സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ചില പിച്ചിൻ്റെ ചെറിയ വേരിയേഷൻസ് തോന്നിയിരുന്നോ? ഓക്കെ. കാരണം ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്. നല്ല ബുദ്ധിമുട്ടുള്ളൊരു പാട്ടാണ്. പ്രത്യേകിച്ച് ഇതൊരു ഇതൊക്കെ ഒരു അടുത്ത റൗണ്ടിലേക്കൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിരുന്നു എന്ന് തോന്നി. പക്ഷേ യു ഡിഡ് എ ഫാന്റാസ്റ്റിക് ജോബ്. നല്ല ജസ്റ്റിസ് ആയിട്ട് ചെയ്തു. പിന്നെ ഉണരുമി ആത്മതാപം എന്നാണ്, അത് ആത്മതാപം അല്ല. എനിക്ക് ഒരുവിധം എല്ലാ സ്ഥലങ്ങളിലും എനിക്ക് തോന്നുന്നു ആത്മതാപം എന്നാണ് പറയണ്ടായിരുന്നത്. ആത്മതാപം എന്നാണ്. അതൊന്ന് പാടാവോ ആ ഒരു വരി? ഉണരുമീ ആത്മ ആത്മ ഉണരുമീ ആത്മതാപം. അത് ആത്മാ തന്നെയാണോ വരുന്നത്? അതാ പാടുന്ന, പക്ഷെ കേൾക്കുമ്പോ എല്ലാം വരുന്നുണ്ട്. എല്ലാം വരുന്നു. ആത്മ ആത്മതാപം. ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള ചെറിയ കറക്ഷൻസ് ആണ്. പിന്നെ ചില സമയത്തൊക്കെ വളരെ ബ്യൂട്ടിഫുൾ, അതായത് അനുപല്ലവി തുടക്കം ഒക്കെ ഹൈലി പ്രൊഫഷണൽ. അത് പറഞ്ഞാൽ അതിന് ഒന്നും പറയില്ല, അതിൽ സോ ബ്യൂട്ടിഫുൾ. പക്ഷെ അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് 4 ലൈൻസ് വന്നപ്പോൾ എന്തോ ഒരു വേരിയേഷൻ തോന്നി. അതെന്തോ പറ്റി? വെള്ളം കുടിച്ചപ്പോ ചെറുതായിട്ട് ശിരസിൽ കയറിപ്പോയോ? അതാണ് ഞാൻ വീണ്ടും വെള്ളം ചോദിച്ചത്. ആണോ? അയ്യോ, അത് കഷ്ടായി പോയല്ലോ. കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് പാടാവോ? ആ ഒരു ദാസനായി കരുതേണമേ എന്നുള്ള ആ ഒരു പോർഷൻ മാത്രം 4 വരി ഒന്ന് പാടാവോ? ദാസനായി കരുതണേ വരികയായി ഞാൻ പിതാവേ, ദാസനായി കരുതണേ വരികയായി ഞാൻ പിതാവേ, സ്നേഹമേകി ദാനമേകി സ്വീകരിക്കണമേ. സ്വീകരിക്കണമേ. അപ്പോൾ പല ലാൻഡിങ് നോട്ടൊക്കെ ചിലത് ചെറുതായി ഫ്ലാറ്റായിട്ട് വന്നു. പിന്നെ ആ വരികയായി എന്നുള്ള പോർഷൻ ഉണ്ടല്ലോ, അത് കൃത്യമായിട്ടുള്ള നോട്ടുകൾ സഞ്ചാരമുണ്ട് ഓരോ ട്യൂണിൻ്റെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അങ്ങനത്തെ മൈന്യൂട്ടായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഇതിൽ കണ്ടത്. ബട്ട് ആസ് എ ഹോൾ ഇറ്റ് വാസ് ബ്യൂട്ടിഫുൾ. കാരണം നല്ലൊരു സ്റ്റാൻഡേർഡ് ഇങ്ങനെ പാടുമ്പോൾ പെട്ടെന്ന് നമ്മളിങ്ങനെ പിച്ചലോ അല്ലെങ്കിൽ ഇത് അതിൻ്റെ ശ്രുതി ഒന്നും മാറുമ്പോൾ നമുക്കൊരു വിഷമമാണ് അങ്ങനെ കേൾക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ ചുമ്മാ നോട്ട് ചെയ്ത് വെച്ചെന്നുള്ളൂ. പക്ഷെ മോനത് കറക്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പം അങ്ങനത്തെ കറക്ഷൻസൊക്കെ കൊണ്ടുവന്ന് ഇനി ഭാവിയിൽ നല്ലൊരു സിംഗർ എന്തായാലും ആവും എന്നുള്ളത് ഉറപ്പാണ്. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ ഒന്നുകൂടെ ശ്രദ്ധിച്ചിട്ട് പാടണം കേട്ടോ. അപ്പം എന്തായാലും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സിസ്ലി നന്നായി പാടി കേട്ടോ. താങ്ക് യു. ആബേല് ഈ നിൽക്കുന്ന സ്റ്റേജിൽ നിൽക്കുന്ന ഒരു പാവ ആബേലാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ചേച്ചിയോടെ വന്നിട്ടുണ്ടല്ലോ, ഞാൻ ചോദിച്ചു മനസ്സിലാക്കണ്ടേ, വീട്ടിലൊരു ജഗജില്ലിയല്ലേ? അല്ല, കണ്ടറിയാം.
ഇവിടെ ഈ ഓവർ ഭവ്യതയൊക്കെ കാണിക്കണ ഒരു ആബേലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചേച്ചി വന്നിട്ടില്ല, ചേച്ചിയോട് ചോദിക്കട്ടെ കേട്ടോ. ചേച്ചി പോയി. ചേച്ചി പോയാ? പറഞ്ഞു വിട്ടതാ. ഇതിപ്പോ ഞാൻ ആരോട് ചോദിക്കും? അപ്പനുണ്ട്. അപ്പൊ എങ്ങനെയുണ്ട് വീട്ടില്, പാവമാണോ? കുഴപ്പമില്ല. അപ്പൊ അവിടെ ഇല്ല ഇവിടെ ഇല്ല എന്നുള്ള രീതിയിൽ അപ്പൻ കൈകാര്യം ചെയ്തു. ഡിപ്ലോമാറ്റിക് അപ്പൻ. എന്തായാലും അപ്പന് പ്രൗഡ് ആവാം, നല്ലൊരു സിംഗർ. ഓ, അപ്പനെ നോക്കുന്നു. വെരി പ്രൗഡ്ഫുൾ ആവാം, കാരണം നല്ലൊരു സിംഗറാണ് അബേൽ. ഇനി അച്ഛനും മനോജേട്ടനും ഇവരൊക്കെ എന്താ പറയുക, അച്ഛൻ ഒരു വോക്കോളജിസ്റ്റ് ആണ്, അതിന് പകരം എന്തൊരു വലിയ പ്രൊഫസറാണ്. പിന്നെ മ്യൂസിക്കിൽ ഒരുപാട് നോളജും ഒക്കെ ഉള്ള ആളാണ്. ഇത് ഗ്രാമി അവാർഡ് വിന്നറാണ്. ഇത്രയും സിമ്പിളായിട്ട് അവരിയ്ക്കുമ്പോൾ നമ്മൾ വിചാരിക്കും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരച്ഛനും ഒരു മനോജേട്ടനും. അങ്ങനെയല്ല, ഇവരൊക്കെ വളരെ ഹൈറ്റ്സിൽ നിൽക്കുന്ന ആൾക്കാരാണ്. സോ അവരാണ് പറയുന്ന അബേലിനോട് യു വിൽ ബി നെക്സ്റ്റ് ജനറേഷൻ സിംഗർ എന്ന് പറയാണ്. സോ ദാറ്റ്സ് റിയലി എ വെരി ഗുഡ് തിങ് ടു ഹിയർ അല്ലേ. നമുക്കൊരു അവാർഡൊക്കെ കിട്ടുന്ന പോലെയാണ് അബേൽ. സോ ഒരു വലിയൊരു എൻകറേജ്മെന്റ് ആയിരിക്കട്ടെ ഇനി ഭാവിയിൽ മുമ്പോട്ട് പോകുമ്പോൾ കേട്ടോ. ആൻഡ് മോൻ്റെ എനിക്ക് ഇപ്പം നേരത്തെ റൗണ്ടിൽ മോൻ പാടിയതൊരു ന്യൂ സോങ് ആയിരുന്നു, ഒരു ന്യൂ ജനറേഷനിൽ പെട്ട ഒരു കണ്ടംപററി സോങ് സ്റ്റൈലായിരുന്നു. പക്ഷെ ഇതിലിപ്പം മോൻ പഴയ ഒരു സോങ് ആണ് സെലക്ട് ചെയ്തത്. പക്ഷെ മോൻ്റെ സ്റ്റൈലിൽ അത് കൊണ്ടുവരുന്നു, മോൻ്റെ ഒരു സിഗ്നേച്ചർ അതിൽ കൊണ്ടുവരുന്നു. അതായത് അത് ഇമിറ്റേറ്റ് ചെയ്ത് പാടുമല്ല, അവർ പാടിയിരിക്കുന്ന പോലെ തന്നെ നമ്മളെ ആറ്റിറ്റ്യൂഡും എല്ലാം നമ്മുടെ എല്ലാം മാറി വേറൊരാളെ പോലെ അതൊരു ഇമിറ്റേറ്റ് ചെയ്യല്ല. ബട്ട് മോന് അത് മോൻ്റെ സ്റ്റൈലിൽ പാടി. അതാണ് നമുക്കൊരു സിഗ്നേച്ചർ വേണം എല്ലാ സിംഗേഴ്സിനും. സോ അത് മോൻ ട്രൈ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്. സോ ദാറ്റ്സ് റിയലി സീൻ. മനോജേട്ടനും പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഹൈ നോട്ട്സ്, പ്രത്യേകിച്ച് ആ അനുപല്ലവി ചരണത്തിലെ ആ ഫസ്റ്റ് 2 ലൈൻസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. എന്താ പറയുക, നമ്മളിങ്ങനെ മെസ്മറൈസ്ഡ് ആയിട്ട് ഇരിക്കുന്ന പോലെ ആയിരുന്നു കേട്ടോ. അതുപോലെ അത് കഴിഞ്ഞ് വരുന്ന ലൈൻസ് മോനൊന്ന് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ആ ധന്യമാക്കി നീ കഴിഞ്ഞൊരു ബ്രേക്ക് എടുത്ത് ബാക്കിയുള്ളത് പാടി ചരണത്തില്. ഓർക്കുണ്ടോ? ആ സ്ഥലം ഒന്ന് നന്നായി പാടി തരുമോ? ബോധ്യമേകി അവിടെ തൊട്ട് പാടി. ബോധ്യമേകി ശക്തിയേകി സ്വന്തമാക്കി നീ, രക്ഷയേകി മോക്ഷമേകി. അവിടെ എടുക്കണ്ടല്ലോ. ബ്രീത്ത് എടുത്തോ? എടുക്കാല. എടുത്തോ. രക്ഷയേകി മോക്ഷമേകി ധന്യനാക്കി നീ. അത് കുറച്ചും കൂടി ഒന്ന് ശരിയാവാനുണ്ട്. മോനിച്ചിനോട് ബ്രെത്ത് പ്രാക്ടീസ് ചെയ്ത്, പ്രത്യേകിച്ച് ടെമ്പോയിൽ വരുമ്പോൾ അതൊന്ന് ഒറ്റ ബ്രെത്തിൽ അങ്ങനെ നമുക്ക് കട്ട് ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്യാവുന്ന സ്ഥലങ്ങളിൽ മാത്രമേ കട്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. അപ്പം അങ്ങനത്തെ കുറച്ച് കറക്ഷൻസ് ഒക്കെ ഉള്ളൂ. ഐ തിങ്ക് ഈ വോയിസ് ചേഞ്ച് മാറിയിട്ട് ഇപ്പം എത്ര നാളായി? അത് ഇങ്ങനെ കുറച്ചാളായി എന്ന് വെച്ചാൽ ഇപ്പോൾ വർഷങ്ങളായോ അതോ? ഒരു 2 വർഷം. 2 വർഷമായി വോയിസ് മാറി, നമുക്ക് നല്ല വോയിസിൽ പാടാൻ കിട്ടിയിട്ടല്ലേ. അപ്പൊ അതിന്റെ ഒരു ആവേശം കാണുന്നുണ്ട് അബേലിന്. സോങ്സ് ട്രൈ ചെയ്യുക, പാടുക. ഇത്ര നാള് വോയിസിന്റെ ഒരു സ്ട്രെയിൻ ഉണ്ടായിരുന്നു, അത് മാറിയതിന്റെ ഒരു സന്തോഷവും ഒക്കെ അബേലിൽ കാണാനുണ്ട്. സോ അത് ആ ഒരു സെയിം പാഷനറ്റ് ആയിട്ട് തന്നെ മുമ്പോട്ട് പോവാ കേട്ടോ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. പോളച്ചാ, അബേൽ എന്തോ ഗംഭീരമായിട്ട് പാടി. താങ്ക് യു. ഞങ്ങളത് കേട്ട് ഇങ്ങനെ ആസ്വദിച്ചിരിക്കുകയായിരുന്നു. അബേൽ നല്ലൊരു സിംഗറായി കഴിഞ്ഞു. അതിൽ ഞാൻ നോട്ട് ചെയ്തൊരു പ്രധാനപ്പെട്ട കാര്യം, നേരത്തെ പാടിയ പാട്ട്, ഇതിക്ക് മുമ്പത്തെ റൗണ്ടിൽ പാടിയ പാട്ട് വളരെ ഒരു വേറെ സ്റ്റൈലായിരുന്നു. അപ്പോൾ വളരെ നല്ല റേഞ്ച് ഉണ്ട്. അതൊരു നല്ലൊരു സിംഗറിൻ്റെ ലക്ഷണമാണ്. ഇത് വേറെ കുറച്ചുകൂടി ഫാസ്റ്റ് മെലഡി, വേറൊരു സ്റ്റൈലിലേക്ക് അത് പോവുകയായിരുന്നു. അപ്പോൾ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് സോങ്സ് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്ന പോലെ, ഈസി മീൻസ് വളരെ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അബേലിന് കിട്ടിയിട്ടുണ്ട്. നല്ല ഗ്രേറ്റ് വോയിസാണ്, വോയിസ്. പിന്നെ നല്ല നല്ല ഇംപ്രവൈസേഷൻസ് പലത് ചെയ്തു. എനിക്കൊരു പ്രശ്നമുള്ളത് ദിവ്യ നാഥ ഇപ്പോഴും അതെനിക്ക് വീണ്ടും ഡൗട്ടായി. കേൾക്കണം, നാഥ അല്ല നാഥ. വളരെ അടുത്തായിരുന്നു, പക്ഷെ കുറച്ചും കൂടി ശരിയാവാണ്ടായിരുന്നു. ശ്രദ്ധിച്ചാൽ മതി. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതിൽ ഭയങ്കര ഒരു ബ്രില്യൻ കോമ്പോസിഷനാണ്. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം,
ഇത് അനുതാപമാണ് ഇതിന്റെ വിഷയം. അനുതാപം ഒരിക്കലും ഇങ്ങനെ ഒരു വളരെ ഫാസ്റ്റ് അല്ലെങ്കിൽ വളരെ ഓർക്കസ്ട്രൽ മെലഡിയിൽ ഒരിക്കലും വരാറ് കണ്ടിട്ടില്ല ഞാൻ. പൊതുവെ ഒരു സോഫ്റ്റ് അങ്ങനെ ഒരു പാത്തോസ് സ്റ്റൈലിലൊക്കെ പോവാണ് അങ്ങനെ അനുതാപത്തിന് മനുഷ്യ ഹൃദയം ടച്ച് ചെയ്യാൻ. പക്ഷെ ഇങ്ങനെ ഒരു സ്റ്റൈലാണെങ്കിലും ആ ഒരു അനുതാപ ഭാവം ഈ പാട്ടിൽ പോകാതെ ഈ കമ്പോസർ ശ്രമിക്കുന്നുണ്ട്. അത് വലിയൊരു ബ്രില്യൻസ് ആണ്, ജീനിയസ് ആണ്. നല്ലൊരു ആ രീതിയിൽ ഇതിനെ കാണുമ്പോൾ നല്ലൊരു കമ്പോസിഷനാണ് അത്. അനുതാപം ഇങ്ങനെ ഒരു ഫാസ്റ്റ് ഓർക്കസ്ട്രൽ സെറ്റപ്പിൽ അതിൻ്റെ സ്പിരിറ്റ് പോകാതെ സംരക്ഷിക്കണമെന്നുള്ളത് നല്ലൊരു കാര്യമാണ്. ഏതായാലും മനോഹരമായിട്ട് പാടി നല്ലൊരു ഇംപ്രഷൻ ആബേൽ ക്രിയേറ്റ് ചെയ്തു. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഇനിയും ഉയരങ്ങളിലേക്ക് പോകാൻ പറ്റട്ടെ. താങ്ക് യു. ആബേൽ, എന്തോ സന്തോഷമായി അല്ലേ? സന്തോഷായി. സന്തോഷായി. അപ്പൊ എത്ര മാർക്ക് കിട്ടും ഇനി? പ്രതീക്ഷിക്കുന്ന എത്രയാ? ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ. എത്ര തരുമായിരിക്കും നമ്മുടെ ജഡ്ജസ്? 27. നോക്കട്ടെ. അബേലിന് 9 മാർക്സ്. മനോജേട്ടാ? അബേൽ എന്തോ 9 മാർക്സ്. സിസ്ലി? 9 മാർക്സ്. അപ്പം അബേൽ ആഗ്രഹിച്ച പോലെ തന്നെ 27 മാർക്ക് അല്ലേ? അബേൽ എന്ന് ആഗ്രഹിക്കുന്നത് കുറച്ചും കൂടെ വലുത്. നമ്മൾ ആഗ്രഹിക്കുമ്പോൾ കൂടുതലായിട്ട് ആഗ്രഹിക്കണം. 28 തന്നെ ആഗ്രഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും 28 കിട്ടില്ലായിരുന്നു. പിന്നെന്താ? ഇനിയിപ്പോ നടക്കൊന്നുമില്ല, ചാൻസ് കഴിഞ്ഞു. എല്ലാം അനൗൺസ് ചെയ്തു. ഇവിടെ താഴെ റൗണ്ടിൽ ഇങ്ങനെ മാർക്സ് ഒക്കെ വന്ന് അവിടെ ഈക്വൽസ് ഇട്ട് ഫുൾ കഴിഞ്ഞു. ഇനി നോ ചാൻസ്. അതാണ് ചോദിക്കുമ്പോ സ്മാർട്ടായിട്ട് നിങ്ങൾ അപ്പൊ തന്നെ ഇത് 27 മതി എന്നൊക്കെ പറഞ്ഞാ പിന്നെ അവരെന്തിനു പിന്നെ കഷ്ടപ്പെടണേ? അതാണ്. അപ്പൊ ഇനി പോകുമ്പോ ഇനി നല്ല ഇത് സ്മാർട്ടായിട്ട് നിൽക്കണം. പാട്ട് പാടുമ്പോ എന്തൊരു സ്മാർട്ടാണ്, അതേപോലെ സംസാരിക്കുമ്പോഴും നല്ല സ്മാർട്ടായിട്ട് സംസാരിക്കണം കേട്ടോ. ശരി ആബേൽ, പോയിട്ട് വരൂ. നമുക്ക് വീണ്ടും കാണാം. യെസ്, ബൈ ബൈ. ഇന്നത്തെ എപ്പിസോഡിലെ മൂന്നാമത്തെയും അവസാനത്തെയും ഗാനമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. പാടാനായിട്ട് വേദിയിലേക്ക് എത്തുന്ന ആരാന്നറിയോ? നമ്മുടെ ചിരിക്കൊടുക്ക. നമ്മുടെ ഈ ഒരു സീസൺ 3 നമ്മുടെ ചിരിക്കൊടുക്ക ത്രൂ ഔട്ട്. അതും വെറും ചിരിയല്ല, ഭയങ്കര നാണം കുണുങ്ങിയാണ്. നാണത്തോടു കൂടിയുള്ള ഒരു ചിരിയാണ്. ഡിയോൺ, വരൂ. എനിക്ക് വയ്യ, കോട്ടും സൂട്ടും ഇതൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? പറഞ്ഞ ചിരിച്ചോണ്ടിരിക്കാതെ. ഇതിനു വേണ്ടിട്ട് മാത്രം വാങ്ങിയതാണോ? പിന്നെ പാട്ട് പാടാന് നന്നായിട്ട് അവതരിപ്പിക്കാനോ? അതാ ഞാൻ ചോദിച്ചു. അപ്പം ഈ ഒരു സ്റ്റേജിന് വേണ്ടിയിട്ട് മോന് വാങ്ങി തന്നതാണ് അല്ലേ? നല്ല സുന്ദരക്കുട്ടനായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എത്ര മാർക്കും കൊണ്ടാ പോവാൻ പോണേ? അറിയില്ലേ? നമുക്ക് പാടണ്ടേ നന്നായിട്ട്? നല്ല മാർക്കും വാങ്ങിക്കണ്ടേ? സെറ്റ്. ഓക്കെ, നല്ല മാർക്ക് വാങ്ങിക്കണം കേട്ടോ. ഏതാ പാട്ട്? ദൈവത്തിന്റെ കുഞ്ഞിലെ. ഓക്കെ, ഏതാ മെലഡിയാണല്ലേ? ആ ശരി, നന്നായിട്ട് പാടണം കേട്ടോ.
ഇതാദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒക്കെ ഒരു എന്താ പറയാ, ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റാന്ന് പറഞ്ഞാൽ ശരിക്കും ഭാഗ്യം തന്നെയാണ്. നമ്മുടെ ഓർക്കസ്ട്ര എത്രയോ പാട്ടുകളാണ്, എത്രയോ കുട്ടികൾക്കാണ് അവരിവിടെ പാട്ട് പ്ലേ ചെയ്ത് കൊടുക്കുന്നതും അവരെ സപ്പോർട്ട് ചെയ്യണതും. പക്ഷേ ഈ മോനെ പോലെ ഇത്രയും ചെറിയൊരു കുട്ടി ഇന്ന് പ്രിൻസേട്ടനും ബീച്ചോനും ഇവര് ടീമിലുള്ള എല്ലാവരും മോന്റെ പാട്ട് കഴിഞ്ഞപ്പോൾ മോനെ പോയിട്ട് അവര് കൈ കൊടുക്കണം. വല്ലതും മനസ്സിലായോ? മോൻ അത്രയും നന്നായിട്ട് പാടി എന്നാണ് അവരെല്ലാരും പറഞ്ഞത് കേട്ടോ. അവരത്രയും ശ്രദ്ധിച്ച്, ഓർക്കസ്ട്രേഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടി അവർ ഓരോ ശ്രദ്ധിച്ച് ചെയ്തു. പക്ഷെ മോൻ എത്ര ഭംഗിയായിട്ടാണ് ഒന്നും മിസ് ചെയ്യാണ്ട് സൂപ്പറായിട്ട് പാടിയത്. നമുക്ക് എല്ലാവർക്കും കൂടെ നല്ലൊരു കയ്യടി കൊടുക്കാം. ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എല്ലാരും കൈയടിച്ചു, ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ, അതാണ് പറഞ്ഞത്. ഓക്കെ, അവനൊന്നും മനസ്സിലാവുന്നില്ല. അച്ചോ, ഡിയോൺ എന്തോ ഡിയോണിനെല്ലാം മനസ്സിലാകുന്നുണ്ട്. നന്നായി പാടി, ഗംഭീരായിട്ട് പാടി. താങ്ക് യു. ഡിയോണിന്റെ പരിധിയിലൊക്കെ വിട്ട് മേലേക്ക് കുറെ പോയി. അതിങ്ങനെ ഒരു ശരിക്കൊരു പ്രൊഫഷണൽ സിംഗർ പാടുന്ന പോലെയാണ്. ഓർക്കസ്ട്രേഷനോടൊക്കെ ചേർന്ന് ഒട്ടും തെറ്റാതെ കൃത്യമായി എല്ലാം അളന്ന് മുറിച്ച് പാടുക എന്ന് പറയില്ല. നല്ല പിച്ചും ഉണ്ട് അല്ലേ, നല്ല റേഞ്ചിൽ പാടാൻ പറ്റുന്നുണ്ട് മോൻ. വെരി ഗുഡ്. നല്ല ഹൈലി ടാലന്റഡ് സിംഗറാണ് ഡിയോൺ. താങ്ക് യു. ഇതിലൊരു കാര്യം മാത്രം ഞാൻ, സങ്കടത്താൽ വാടിയിടല്ലേ എന്ന് പറയുന്നില്ലേ, ആ വാ കുറച്ചും കൂടി നീട്ടാൻ പറ്റുകയാണെന്നൊന്ന് നോക്കാൻ പറ്റും. ആ രണ്ടുപേരും ഒന്ന് പാടാൻ പറ്റുമോ? ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. കറക്റ്റ്, വെരി ഗുഡ്. അത് എല്ലായ്പ്പോഴും അങ്ങനെ പാടിയാൽ മതി കേട്ടോ. നീട്ടി തന്നെ പിടിക്കണം. അതിമനോഹരമായിട്ട് പാടി, നല്ല ഭാവിയുണ്ട്. ഏറ്റവും ഉയരങ്ങളിലേക്ക് പോകട്ടെ. ഇപ്പൊ ഞങ്ങളൊക്കെ ഇങ്ങനെ ആകെ ഇത് കേട്ടിട്ട് ഞെട്ടി പറിച്ചിരിക്കുകയാണ്. അവൻ്റെ അത്രയും ഗംഭീരമായിട്ടുള്ള ആലാപനം, വളരെ ഫ്രീ ആയിട്ട് നിഷ്കളങ്കമായിട്ടുള്ള ആലാപനം കേട്ട് കഴിഞ്ഞ് സന്തോഷിക്കുകയാണ് ഞങ്ങൾ. അവൻ്റെ മാതാപിതാക്കളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം എനിക്ക് തോന്നുന്നു. കാരണം കുട്ടികളെ ഇത്ര ചെറുപ്പത്തിൽ ഫോം ചെയ്തെടുക്കാൻ അത്ര എളുപ്പമല്ല. കാരണം 3ാം ക്ലാസ്സുകാരെന്നൊക്കെ പറയുമ്പോൾ വെരി ടഫ്. വാക്കുകളും ഭാഷയൊക്കെ മനസ്സിലാക്കി വരുന്ന സമയത്ത് അവൻ വളരെ കൃത്യമായിട്ട് ഇങ്ങനെ വാക്കുകൾ ഉച്ചരിക്കുകയാണ്. അതിൻ്റെ പുറകിൽ മാതാപിതാക്കളുടെ മറ്റേ സഹായിക്കുന്ന ടീച്ചേഴ്സിൻ്റെ പരിശ്രമം വളരെ ശക്തമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അത് ഇവിടെ ഡിയോണിലൂടെ പൂർത്തീകരിക്കുകയാണ് ഇവിടെ ഈ സ്റ്റേജിൽ. നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അല്ലേ ഡിയോൺ? തമ്പുരാന് നന്ദി പറയാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു ഫാദർ. മനോജ് ചേട്ടാ, ഡിയോൺ തകർത്ത് കളഞ്ഞല്ലോ ഇന്നത്തെ ഈ പാട്ട്. താങ്ക് യു. ഞങ്ങളൊക്കെ ഇങ്ങനെ കോരി തരിച്ചിരിക്കുകയാണ്. ഓരോ വരികളും പ്രത്യേകിച്ച് ഹൈ പിച്ചൊക്കെ പോകുമ്പോൾ നല്ല പെർഫെക്ഷനോട് കൂടിയിട്ടാണ് പാടുന്നു മോൻ. മോൻ്റെ ഈ പേരിനോട് ചേർച്ചുള്ള വേറൊരു ഗ്രേറ്റ് സിംഗർ ഉണ്ട്. ആരാന്നറിയോ? ആ ഒരു സിംഗറുടെ പേരിൻ്റെ ഒരു സെക്കൻഡ് നെയിം ഇതാണ്. അറിയോ? വേൾഡിലത്തെ ഫേമസ് സിംഗറാണ് സെലിൻ ഡിയോൺ എന്ന് പറയും. ഗ്രേറ്റ് സിംഗറാണ്. ടൈറ്റാനിക്കിലത്തൊക്കെ പാട്ട് പാടിയിട്ടില്ലേ, ആ സിംഗറാണ്. ഓക്കെ, ഞാൻ പറഞ്ഞത് മാത്രം. അപ്പം അങ്ങനത്തെ ഒരു ഗ്രേറ്റ് സിംഗറുടെ ഒരു പേരുള്ള ഒരു മകനാണ് ഈ നിൽക്കുന്നത്. അപ്പോൾ അവരുടെ പേരിനൊന്നൊരു തീരെ കളങ്കം ചാർത്താതെ അല്ലേ, അത്ര മനോഹരമായിട്ട് പാടുകയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ ഇതെങ്ങനെ ഈ കൊച്ചു പാടുന്നു, ഞങ്ങൾ പരസ്പരം നോക്കി ചിരിക്കുകയായിരുന്നു. ഓരോ നല്ല ഫ്രേസസൊക്കെ പാടുമ്പോൾ ഞാനും സിസിലിയും അച്ഛനൊക്കെ നോക്കി ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അത്രയും രസമായിട്ടാണ് മോൻ പാടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു ദൈവം തന്നിട്ടുള്ളൊരു അനുഗ്രഹമാണ്. കീപ്പ് ഇറ്റ് അപ്പ്. പിന്നെ എനിക്ക് തോന്നുന്നു ഓർക്കസ്ട്രേഷൻ അവർക്ക് നല്ലൊരു കൈയടി കൊടുക്കണം. കാരണം അവരെന്നെ ഇങ്ങനെ അവിടെ ഇവിടെ കേട്ട് നിൽക്കുമ്പോൾ മോനത് വളരെ കൂളായിട്ട് പാടി കൃത്യസമയത്ത് ആ ഒരു സ്പോട്ടിൽ പാടുകയാണ്. എന്തായാലും ഇവരൊക്കെ അത്ര ഗംഭീരമായിട്ട് അതിൻ്റെ ഒപ്പം സപ്പോർട്ട് ചെയ്ത് നിന്നു. നല്ലൊരു കൈയടി. താങ്ക് യു സോ മച്ച് പ്രിൻസേട്ടാ, അതുപോലെ ദ ഹോൾ ടീം. അപ്പം എന്തായാലും ഞങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാട്ടൊരു പെർഫോമൻസ് ഐ തിങ്ക് ഒരു ഗിഫ്റ്റാണ്, ഞങ്ങൾക്കൊരു സമ്മാനമായിട്ടാണ് മോൻ തന്നെ ഈ ഒരു എപ്പിസോഡിൽ. ഓക്കെ, മേ ഗോഡ് ബ്ലെസ് യു. ഓൾ ദി വെരി ബെസ്റ്റ്.
താങ്ക് യു. സിസ്ലി, ഡിയോൻ, എന്റെ ദൈവമേ എനിക്ക് വയ്യ. 3-ാം ക്ലാസ്സുകാരനാണോ ഈ നിൽക്കുന്നേ? ഒരു അത്ഭുതമാണ് ഞങ്ങൾ കാണുന്നത് ഡിയോൻ. ഇതൊരു സാധാരണ അങ്ങനെ അങ്ങ് സംഭവിച്ചു അല്ല. മോൻ ടേക്കിലും അതെ റിഹേഴ്സലും അതെ ഒരുപോലെയാണ് പാടിയത്. ഒരു സ്ഥലത്ത് പോലും മോൻ തെറ്റിച്ചിട്ടില്ല. സോ വിച്ച് മീൻസ് മോൻ അറിഞ്ഞാണ് പാടുന്നത്. അത് മോൻ ഭയങ്കരമായും ഒബ്വിയസ്ലി അറിഞ്ഞുകൊണ്ടല്ല, പക്ഷെ മോൻ കൃത്യമായ താളത്തിൽ പഠിച്ച് അത് പ്രിപ്പയർ ചെയ്ത് വന്ന് അത് റെൻഡർ ചെയ്തു. ഇപ്പം ഇവർ പറയായിരുന്നു എന്ത് ഡിഫിക്കൾട്ടാണ് ഈ സോങ്ങിൻ്റെ റിതം. അത് പ്രിൻസേട്ടൻ ചിലപ്പോൾ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്താ എൻ്റെ ഡിഫിക്കൽട്ടി പ്രിൻസേട്ട? അത് ഇതിന്റെ അകത്ത് 3 താളം ഉണ്ടായിരുന്നു. 3/4 ഉണ്ട്, 6/4 ഉണ്ട്, കോമൺ ടൈം ഉണ്ട്. ഓ, അപ്പൊ ഞാനിത് പാട്ട് പഠിക്കാൻ എടുത്തപ്പോഴത്തേനും ഞാൻ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് സിമ്പിൾ സോങ് ആണല്ലോ എന്ന് തോന്നുന്നു. അതെ, വളരെ സിമ്പിൾ, എന്താണ് കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. അപ്പൊ ബിജു ഋതം വായിക്കണ ബിജു എന്നോട് പറഞ്ഞ് താനിത് അങ്ങനെ ചെയ്യുള്ളൂ ചോദിച്ചു. എന്താ പ്രശ്നം, കോംപ്ലിക്കേറ്റഡ് ഒന്നും സിമ്പിൾ സോങ് അല്ലേ, താൻ നോക്കാൻ പറഞ്ഞു. എനിക്കൊരു എത്തുപിടുത്തം കിട്ടണില്ല. 3/4 ഉണ്ട്, 6/4 ഉണ്ട്, കോമൺ ഉണ്ട്, ഒരു രക്ഷയില്ല. പിന്നെ അവസാനം തന്നെ 1 2 3 4 എന്ന് പറഞ്ഞ കൗണ്ട് ഫുൾ അങ്ങോട്ട് ആക്കി. പക്ഷെ നമ്മൾ സൂക്ഷിച്ച് ഒരു കണ്ണിന്ന് കോച്ചിന്ന് മാറുള്ളൂ, കണ്ണ് മാറിക്കഴിഞ്ഞാ പോവും. പിന്നെ പാടാനും ബുദ്ധിമുട്ടാണ്. കൃത്യം നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്തിരിക്കും ഒന്നുകൂടെ വരുമെന്ന്. അതൊക്കെ വളരെ കൃത്യമായിട്ട് ഫ്രേസ് ആണ്. ആ ഫ്രേസ് പോയാ പോയി, എല്ലാം പോയി. കൃത്യമായിട്ട് വളരെ കൂളായിട്ട് പാടി. ഞാൻ ഇപ്പൊ പാടുവോ പാടില്ലയോ എന്നിങ്ങനെ നിൽക്കുകയായിരുന്നു. അല്ല, ഞങ്ങള് വിചാരിച്ചു ഇത് 8 മണി 9 മണിയൊക്കെ ആകുമ്പോ അവസാനിക്കും. അത് 3 സ്റ്റാൻസേഴ്സ് ആണ് ഡിയോൻ. 2 സ്റ്റാൻസയും കൂടി അല്ല, 3 സ്റ്റാൻസയും നല്ല കൂളായിട്ട് പിടിച്ചോ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിരുന്ന് പാടി. എന്റെ ദൈവം, എനിക്ക് വയ്യ. ഇതോടെ ഇവർക്ക് പറഞ്ഞിട്ടും മതിയാവുന്നില്ല ഡിയോൻ. കാരണം ഈ 3-ാം ക്ലാസ്സുകാരനാണ് ഈ നിന്ന് പാടുന്നത്, മനസ്സിലായോ? അതാണ് ഞങ്ങൾക്ക് ഭയങ്കര. ഡിയോൻ വന്ന് നിന്നപ്പോൾ ഞാൻ എന്ത് ക്യൂട്ടാണ് മോൻ എന്നൊക്കെ പറയാൻ ഉദ്ദേശം. ബട്ട് മോർ ദൻ ക്യൂട്ട്നെസ്, യു ആർ റിയലി എ വെരി ടാലന്റഡ് സിംഗർ കേട്ടോ. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രൈസ് ഗോഡ്. അപ്പം മോന്റെ ഒരു കാര്യം മാത്രമേ ചേച്ചിക്ക് പറയാനുള്ളൂ. ഇടയ്ക്ക് ഒരു ഗിറ് വന്നു. ഗിറ് എന്താണ് ഗിറ്? സിംഹങ്ങളുള്ള ഒരു കാടാണ് ഗർസമൻ തോട്ടം എന്നാണ് ഓർത്തിരിക്കുന്നത്. ഗത്സമൻ തോട്ടാണ് കേട്ടോ. ദായാ വരുന്നത്, ഗിറല്ല കേട്ടോ. അത് മാത്രമുള്ളൊരു കറക്ഷൻ. ബാക്കി എല്ലാം നന്നായിരുന്നു. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. എന്താ വേണ്ട ഇനി? പാട്ടോ? മാർക്ക് 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 വേണം. അപ്പം ഞങ്ങൾ ഉറപ്പിച്ചു അനിയനെക്കാട്ടിലും നല്ല ഗായകൻ മോൻ തന്നെയാണെന്ന് കേട്ടോ. ഇനി അറിയില്ല, അനിയൻ വളർന്നു വരുന്നല്ലോ. LKG UKG എന്തെങ്കിലും ആയിട്ടുള്ളൂ. കോമ്പറ്റീഷൻ അനിയനും പോയി തുടങ്ങാണ്. അപ്പൊ നമുക്ക് അനിയനും വളർന്നു വരട്ടെ. ചേട്ടൻ അന്നേരത്തേക്ക് ഉയരങ്ങളിലേക്ക് എത്തി ഒരുപാട് നല്ലത് ഒക്കെ വാങ്ങുമ്പോ അത് കേട്ട് അനിയനും അതേപോലെ മിടുക്കനായിട്ട് വരും കേട്ടോ. അപ്പൊ നമുക്ക് മാർക്ക് ചോദിക്കാം. ആരോടാ ആദ്യം ചോദിക്കണ്ടേ? മോൻ ചോദിച്ചോ. ആരോട് ചോദിക്കണം? അച്ഛനോട്. ഡിയോൺ അതിമനോഹരമായി ഡിയോൺ പാടിയതുകൊണ്ട് 9.5 മാർക്ക്. ഇനി ആരോടാ? സാറിനോട് ചോദിക്കട്ടെ. മനോജേട്ടാ. ഡിയോൺ, ഞങ്ങളൊക്കെ ഞെട്ടിച്ച് കളഞ്ഞ് അതിമനോഹരമായി പാടിയതുകൊണ്ട് അതിമനോഹരമായ മാർക്ക് 9.5. താങ്ക് യു. സിസ്ലി. ഡിയോൻ 9.5. അപ്പൊ നമ്മുടെ ചിരിക്കുടുക്കയ്ക്ക് ഇന്നത്തെ ഈ ഒരു റൗണ്ടിൽ കിട്ടുന്നത് 28.5 മാർക്സ് ഓൺ 13. കൺഗ്രാറ്റുലേഷൻസ്. ഒരുപാട് സന്തോഷായില്ലേ? മനസ്സ് നിറഞ്ഞു, വയറ് നിറഞ്ഞു, ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷായി. ഓക്കെ, അപ്പൊ ആരോടാ ആദ്യം പോയിട്ട് മാർക്ക് പറയാൻ പോണേ? അതെന്താ അതെന്താ എന്താ മമ്മയോട് പറയാതെ പപ്പയോട് ആദ്യം പോയി പറയണേ? പെട്ടുപോയി. സാരമില്ല, ഓടി ചെന്ന് പറയൂ കേട്ടോ മാർക്ക്. ഓക്കെ, നമുക്ക് വീണ്ടും കാണാമേ. ബൈ. എത്ര
ടാലന്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്, സിംഗേഴ്സ് ആണ് നമ്മുടെ ഈ വേദി ഇങ്ങനെ ധന്യമാക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. ഓരോ കുട്ടിയും വന്ന് അവരുടെ മാജിക്കൽ ആയിട്ടുള്ള പെർഫോമൻസ് കണ്ടു കഴിയുമ്പം ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് നമ്മൾ വിചാരിക്കും. തൊട്ടടുത്ത് അടുത്തൊരു കുട്ടി വന്നു കഴിയുമ്പോൾ അതിനെക്കാട്ടിലും വലിയൊരു പെർഫോമൻസ്. ഇപ്പൊ നിങ്ങൾ ആലോചിക്കണം, വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ ഫസ്റ്റ് റൗണ്ട് മാത്രമാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. വെറുതെ തുടങ്ങിയിട്ടേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ജൈത്ര യാത്ര. അപ്പൊ ഈ കുട്ടികൾ നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിന്റെ ട്രെയിനിങ് എല്ലാം കിട്ടിക്കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കുട്ടികളിൽ വരുന്ന മാറ്റങ്ങൾ നമ്മൾ നേരിട്ട് കാണാൻ പോവാണ്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം അവരുടെ ആ മാറ്റങ്ങൾ. അതെല്ലാം നമുക്ക് ഒരുമിച്ച് ചേർന്ന് ആസ്വദിക്കാം. കാണാം നമുക്ക് അടുത്ത ആഴ്ച ഇതേ ദിവസം ഇതേ സമയം. ബൈ. വോയിസ് ഓഫ് ഗുഡ്നസ് സീസൺ 3യുടെ രണ്ടാമത്തെ റൗണ്ട് നമ്മൾ ആരംഭിക്കുകയാണ്. കൺഗ്രാജുലേഷൻസ് എഞ്ചലീന, നന്നായി പാടി. നല്ല ഇവിടെ മനോജ് സാറ് പറഞ്ഞ പോലെ നല്ല ശബ്ദമാണ്, നല്ല ശബ്ദം. പിന്നെ പാട്ടിൽ നല്ലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പാടുന്നൊരു പ്രിയനാട്ടിൽ അലിവേറും തിരുവചനം പകരാനായി വന്നവനേ, അരുമ ശിഷ്യനായ മാർത്തോമാ, ഭാരത ഭൂവിന് റൂഹ നൽകിയ ദാനം. എവിടെ എത്തി കർണാട്ടിക് മ്യൂസിക്കില്? കർണാട്ടിക് മ്യൂസിക്കില് ഗീതം 5. ഗീതമായി, സരള പരീക്ഷകൾ അതെല്ലാം കഴിഞ്ഞു. അത് കഴിഞ്ഞു. അപ്പൊ അതൊക്കെ പ്രാക്ടീസ് ചെയ്യാറുണ്ടോ? ഉണ്ട്. നല്ലൊരു നാമമുണ്ടോ? ഹന്നക്കുട്ടി, എന്തോ? ഓ എന്റെ ദൈവമേ, ഹൃദയം നിറഞ്ഞു. നല്ല രസമായി പാടി കേട്ടോ, ബ്യൂട്ടിഫുൾ. യേശുവിൻ